बोले ना मुझे पर थी क्या बोलते भेलपुरी खाने से मेरा पति साइड में था एक इंसान आया उसने उसको गोली मार दी यहाँ पे उसने बोला कि ये शायद मुस्लिम नहीं है उसने उसको गोली मार दी प्लीज आस्क फॉर हेल्प वी डोंट नीड ओके डोंट वरी അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായത് ഇവർക്ക് രണ്ട് ഉദ്ദേശം ഉണ്ടാകാം. ഒന്ന്, ദേ വാണ്ട് ടു പ്ലാന്റ് ഫിയർ ഇൻ അവർ മൈൻഡ്. അതേപോലെ തന്നെ ദേ ഹാവ് ടു മേക്ക് എ ഡിവിഷൻ. നമുക്കറിയാം ഓൾറെഡി ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം തമ്മിലൊരു ഡിവൈഡ് ഉള്ളതാണ്. ദേ ഹാവ് ടു വേഴ്സൺ ഇറ്റ്. ഇന്ത്യനെ എന്താ പറയുക, ഒരു അറ്റാക്കും കൊണ്ട് തന്നെ 1000 പീസസ് ആക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ. ഇപ്പോൾ സപ്പോസ് ജസ്റ്റ് ഇമാജിൻ ഇതിൻ്റെ ബേസിസിൽ ഇതിനെ പ്രൊട്ടസ്റ്റ് ആയിട്ട് ഇന്ത്യയിലൊരു പ്രൊട്ടസ്റ്റ് റാലി നടന്നു എന്ന് വരുത്താം. അത് കമ്മ്യൂണലായി മാറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ബട്ട് ജസ്റ്റ് റിമെമ്പർ, നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, ഇന്ത്യയിൽ ഉള്ള മുസ്ലിംസ് ദേ ചൂസ് ടു ബി വിത്ത് ഇന്ത്യ. ഇത് പാർട്ടീഷൻ്റെ സമയത്ത് ദേ ഹാഡ് എ ചോയ്സ് ടു ഗോ ടു പാകിസ്ഥാൻ. പക്ഷെ അവർ ഇന്ത്യയിൽ തന്നെ നിൽക്കാനായിട്ട് തീരുമാനിച്ചു. ദേ ആർ നോട്ട് ജസ്റ്റ് മുസ്ലിംസ് ഓർ ഹിന്ദുസ് ഓർ ക്രിസ്ത്യൻസ്, ദേ ആർ ഇന്ത്യൻ ക്രിസ്ത്യൻസ്, ഇന്ത്യൻ മുസ്ലിംസ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ്. അതേപോലെ തന്നെ മറ്റവരാണെങ്കിലും ഇന്ത്യൻ അവരുടെ മുന്നിലുള്ളിടത്തോളം കാലം ലൈക്ക് അവർ നമ്മളുടെ ആളുകൾ തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഒരു ഡിവിഷൻ അവർ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡിവിഷൻ, അവർക്ക് അറിയില്ലായ്മയൊന്നുമില്ലല്ലോ ഇന്ത്യയിൽ മുസ്ലിം ഹിന്ദു തമ്മിൽ ഉള്ള ഒരു ഡിവൈഡിൻ്റെ കാര്യം. അത് അവർക്ക് വേഴ്സൺ ആക്കണം, ഇന്ത്യയുടെ യൂണിറ്റി നശിപ്പിക്കണം. ഇന്ത്യയായിട്ട് നിൽക്കുന്നത് ഈ ഒരു യൂണിറ്റി കാരണം തന്നെയാണ്. അത് ഇപ്പോഴത്തെ കാലത്ത് അത് വളരെ വീക്കായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ സ്ട്രോങ് ആക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.